ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കൾ. മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടണം, നന്നാവണം എന്ന് ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും തന്നെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന് പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മൾ പറയാറുണ്ട്. പരിപാടിക്ക് വന്നാൽ ദുആ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം ഉസ്താദേ. ഇനി പരിപാടിക്ക് ഇല്ലാത്ത ഒരാളോട് നിങ്ങളെ ഇന്നലെ പരിപാടിക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാലും മക്കളെ പോറ്റണ്ടേ ഉസ്താദേ എന്നാണ് പറയാ. ഞാൻ ഉഷാറായിട്ടില്ലെങ്കിലും മക്കളൊക്കെ ഒന്ന് ഉഷാറാവണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ പരാതികൾ പലപ്പോഴും വരുന്നത് മക്കളെ വിഷയത്തിൽ തന്നെയാണ്. ഇത് നമുക്ക് പരിഹരിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. എൻ്റെ മുന്നിലുള്ളത് 25 മിനിറ്റാണ്. ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരില്ല, എന്തായാലും അങ്ങോട്ട് പോകണല്ലോ. ഈ 25 മിനിറ്റിനുള്ളിൽ മക്കൾ നന്നാവാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച 8 കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത്. ഓരോന്നും വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവും എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാവും. ഹനഫി പണ്ഡിതനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മനാഖിബ് വിശദീകരിക്കുന്ന കിതാബിൽ കാണാം, അവരുടെ വാപ്പ ഇബ്നു ആബിദീൻ എന്ന മകന് കിതാബ് നന്നായി വാങ്ങിക്കൊടുക്കും. കൂട്ടുകാർ ചോദിക്കും, ഇത്രയും കിതാബുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതെൻ്റെ ഉപ്പ വാങ്ങിത്തരുന്നതാണ്. ഈ ഉപ്പ മരണപ്പെട്ട് ആ ദിവസം മുതൽ എല്ലാ രാത്രിയും ഇശാ നിസ്കാരത്തിന് ശേഷം ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു ദീർഘനേരം ഖുർആൻ ഓതും. എന്നിട്ട് ഉപ്പക്ക് ഹദിയ. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഉപ്പ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോന് കൊടുത്തേക്കുന്ന സമ്മാനം ഉപ്പാക്ക് കിട്ടുന്നുണ്ട്, തുടരണം, നിർത്തരുത്. ഇങ്ങനെ നമ്മുടെ ഖബർ എന്ന മണിയറയാക്കി തരാൻ മക്കളെ ബാക്കിയാക്കിയിട്ട് പോവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി. അതാണ് നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി എന്ന പദത്തിന്റെ വരികളുടെ അർത്ഥം. അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ നിഅമത്ത് ഏറ്റവും വലുത് ഈമാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നിഅമത്തുകൾ ആഫിയത്തും നജാബത്തുൽ ഔലാദുമാണ്. മക്കള് നന്നായി കിട്ടൽ. മക്കള് നന്നായി കിട്ടിയാലുള്ള ഏറ്റവും വലിയ മെച്ചം ധൈര്യമായിട്ട് ഖബറിൽ പോയി കിടക്കാന്നുള്ളതാണ്. പേടിക്കണ്ടല്ലോ. ഖബർ വിളിച്ചാക്കാൻ ഇവിടെ ആളുണ്ട്. നല്ല സ്ട്രോങ് ടോർച്ചുള്ള ലൈറ്റുള്ള മക്കളുണ്ടെങ്കിൽ പിന്നെന്തിന് ഇരുട്ടിനെ പേടിക്കണം? ധൈര്യമായിട്ട് പോയി കിടക്കാലോ. അതിന് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടണം. അതിനെന്താ വേണ്ടത്? ഒന്ന് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. സുയാനത്തുൻ അൻ ഖുറനാഇ സൂഅ്. അതിന് ആ അറ്റ്മോസ്ഫിയറിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമേ നമ്മളെ മക്കളെ ചേർക്കാൻ പറ്റുള്ളൂ. എൻ്റെ മകൾ ഏത് കലാലയത്തിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന തിരിച്ചറിവും എന്ന പക്വതയും നമുക്കുണ്ടാവണം. അതാണ് ഒന്നാമതായി വേണ്ടത്. കാരണം അൽ മർഉ അല ദീനി ഖലീലി. ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും ഉണ്ടാവുക. ആ കൂട്ടുകാരൻ ഒരു ഫാഷൻ്റെ ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ ഒരു കോസ്മെറ്റിക്സിൻ്റെ ആളാണെങ്കിൽ, സ്വാഭാവികമായി നമ്മളെ മക്കൾ ആ വഴിയിലേക്ക് എത്തും. ഫല്യൻളുർ അഹദുക്കും മൻ യുഖാലിൽ. ആരോട് കൂട്ടുകൂടണം എന്ന് ശരിക്ക് ബോധം
ഉണ്ടാവണം. ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ തന്നെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് സംഘാടകരിൽപ്പെട്ട ഒരാളോട് വെറുതെ പറഞ്ഞു, നല്ല ചൂടുള്ള വെള്ളം പ്രസംഗത്തിൻ്റെ ഇടയിൽ വേണം എന്ന്. ദാഹം വന്നപ്പോൾ ചോദിച്ചപ്പോൾ തന്ന വെള്ളം ടു കോൾഡ്, ഫ്രിഡ്ജിൽ വെച്ച ഫീലിങ്ങിലുള്ള വെള്ളം, നല്ല തണുപ്പുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഒരാളെ വഷളാക്കരുത്, എന്നാൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം തരാമായിരുന്നു, ഇത് ഭയങ്കര തണുപ്പാണല്ലോ. ഉസ്താദേ, ചൂടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത്, കൂളറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ചൂട് പോയി തണുപ്പായതാണ്. ഇതേപോലെ നമ്മൾ 10ാം ക്ലാസ് വരെ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണമെന്ന ചൂടും ചൂരൊക്കെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവൻ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ ഒരു തണുപ്പൻ്റെ പര കൂടിയതെങ്കിൽ അവൻ്റെ എല്ലാ ചൂടും പോവും. നല്ല വസ്ത്രം ധരിക്കണമെന്ന പക്വതൊക്കെ എല്ലാം പോയി തീരും. അതാണ് ഗസാലി ഇമാം ഒന്നാമത് പറഞ്ഞത്, നല്ല കൂട്ടുകാരായിരിക്കണം നമ്മുടെ മക്കളുടേത്. അവൻ്റെ സുഹൃത്തുക്കളൊക്കെ മോശമാണെന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ സുഹൃത്തുക്കൾ നല്ലവരാവണം എന്ന ചിന്തയിൽ ആ അറ്റ്മോസ്ഫിയറിൽ മാത്രമേ, അത്തരം ക്യാമ്പസുകളിലേക്ക് മാത്രമേ നമ്മളെ കുട്ടികളെ പറഞ്ഞു വിടാൻ പാടുള്ളൂ. 2, കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായിരിക്കണം, പ്യുവർ ഹലാലായിരിക്കണം. മത്അമുഹു ഹറാം, കഴിക്കുന്ന ഫുഡ് ഹറാം. വമശ്റബുഹു ഹറാം, കുടിക്കുന്ന പാനീയവും ഹറാം. ഫഅന്ന യുസ്തജാബ്, പിന്നെ എങ്ങനെ ദുആഇന് ഉത്തരം കിട്ടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഗസാലി ഇമാം തുടക്കം മുതലേ ശ്രദ്ധിക്കണം എന്നാ പറയണത്. ആ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ഹലാലാവണം, അതിന് നമ്മുടെ ഭാര്യ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലാവണം, എന്നാലേ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പാല് ഹലാലാവും. ഓർമ്മ വരുന്നത് ഗസാലി ഇമാമിൻ്റെ ഇത് തന്നെ ഉസ്താദായ ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹറമൈനി ഇമാം ഒരു സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാക്കുകളിൽ ഇടർച്ച വന്നുപോയി. ശിഷ്യന്മാര് ഞെട്ടി. ഉസ്താദ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്, ഉസ്താദിന്റെ വാക്കിൽ ഇങ്ങനെ ഒരു ഇടർച്ച വന്നത്? ജയിച്ചു കയറിയ ഇമാമായ ഉസ്താദിനോട് ചോദിച്ചു, എന്താ പറ്റിയ ഉസ്താദെ? എനിക്കറിയില്ല എന്താണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ മുമ്പ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഉപ്പ ജുവൈനി ഇമാമിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മ അല്ലാത്ത വേറൊരാളും എനിക്ക് പാല് തരാൻ പാടില്ല. അന്ന് ഈ മുല കൊടുക്കുന്ന സ്ത്രീകൾ കൂടുതലായി ഉള്ള വ്യാപകമായ ഒരു കാലമായിരുന്നു. കാരണം എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പ കൊടുക്കുന്ന ഫുഡ് പ്യുവർ ഹലാലാന്ന് ഉപ്പക്ക് ഉറപ്പാ. റൂഹുൽ ബയാനിലുണ്ട് ചരിത്രം, ത്വബഖാത്തുകളിൽ കുറെ ത്വബഖാത്തുകളിലുണ്ട് ഈ ചരിത്രം. ഒരു ദിവസം എൻ്റെ ഉമ്മ എൻ്റെ അടുത്തില്ലാത്തൊരു സന്ദർഭത്തിൽ അവിടെ ജോലിക്ക് വന്ന ഒരു അടിമ പെണ്ണാണ് എനിക്ക് പാല് തരുന്നത് ഉപ്പ കണ്ടത്. ഉപ്പ പിടിച്ച് എന്നെ വലിച്ചെടുത്ത് എന്നെ കാല് മുകളിലും തല താഴ്ത്തിയായിട്ട് വിരലൊക്കെ ഇട്ടിട്ട് ഛർദിപ്പിച്ചതൊക്കെ. കാരണം അടിമ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് ദെയർ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഫുഡ് കഴിക്കും. അപ്പൊ ശുബഹത്തും ഹലാൽ അല്ലാത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ ഛർദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ശാഖ ബാക്കി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും വാക്കുകളിൽ ഒരു ഇടർച്ച വന്നു പോയത് എന്ന് പറയും. ഇപ്പൊ ഹലാലായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കണം ഫുഡ്. അതാണ് സുബ്ഹിന്റെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ദിക്ർ ദുആഇനൊന്നും ഇരിക്കാതെ ധൃതി പിടിച്ചു പോകുന്നത്. അപ്പുറത്തെ വീട്ടിലെ ജൂതന്റെ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്നുള്ള ഈത്തപ്പഴം ഇവിടത്തേക്ക് വീണ് എൻ്റെ മക്കൾ പട്ടിണിയിലായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് അത് തിന്നാൽ ആത്മീയ ചിന്തയിലായിട്ടാണ് ആ ഉപ്പ ജീവിക്കുന്നത്. എല്ലായിടത്തു നിന്നുള്ള ഫുഡൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്, നമ്മളും കഴിക്കരുത്. മനുഷ്യൻ ചെയ്യുന്ന ഏറെക്കുറെ തെറ്റിന്റെയും കാരണം മിൻ അക്ലിൽ ഹറാം, ഹലാലല്ലാത്തത് തിന്നുന്നുണ്ട്. അപ്പൊ ഹലാലായിരിക്കണം കഴിക്കുന്നത്, മക്കൾക്ക് കൊടുക്കുന്നതും ഹലാലാവണം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവുക എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു
മൂന്ന് മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള മൂന്നാമത്തെ വഴി മഹാൻ തന്നെ തുടരുകയാണ്. ഓരോ സമയത്തുള്ള ആദാബുകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ചില കുട്ടികളെ കണ്ടാൽ നമ്മൾ പറയാറില്ലേ, എന്തോ ഒരു മെച്യൂരിറ്റി ഇല്ലേ കുട്ടിക്ക്, എന്തോ ഒരു പക്വത. ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ആ കുട്ടി കസേരയൊക്കെ എടുത്തു വെച്ച്, ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ച് ആ റൂമിനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ആ കുട്ടി പോയത്. ആ കുട്ടി ഉസ്താദുമാരോട്, ടീച്ചേഴ്സിനോട് നല്ല ബഹുമാനമുള്ള കുട്ടിയാണ്. ഈ മെച്യൂരിറ്റി എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പറയുന്നതിന്റെ ഭാഷയാണ് ഈ അദബ് എന്ന് പറയുന്നത്. ഉപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം അദബ് പഠിപ്പിച്ചു കൊടുക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഗസാലി ഇമാം പ്രധാനമായും 3 ഏരിയയെ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ. കൂടെ ഇരിക്ക ഉമ്മ. എന്താ മോനെ ഇടത്തേക്ക് കൊണ്ട് വെള്ളം കുടിക്കണത്? ബിസ്മി ചൊല്ലിയില്ലാന്ന് തോന്നുമല്ലോ, അടുത്തുനിന്നല്ലേ തിന്നേണ്ടത്. കിട്ടിയ ഭക്ഷണം ഷെയർ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്, കീശയിലുണ്ട്, റൂമിൽ നിന്ന് തരാം, ഇപ്പം തന്നാൽ എല്ലാവരും കാണും എന്നല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മറിച്ച് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഓവറായി ഫുഡ് കഴിക്കണം എന്ന് ആ കുട്ടിക്ക് നമ്മളായി പ്രോത്സാഹിപ്പിക്കരുത്. ഭക്ഷണത്തിന്റെ എന്തെല്ലാം അദബുകളുണ്ടോ അതിവിടെ വിവരിക്കാനുള്ള നേരമില്ല, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഉറങ്ങാൻ നേരത്തുള്ള മര്യാദകൾ കുട്ടികളെ പഠിപ്പിക്കണം. വസ്ത്രത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കണം. പെണ്ണിന്റെ വേഷം ആണ് ധരിച്ചാൽ, ആണിന്റെ വേഷം പെണ്ണ് ധരിച്ചാൽ അത് തിരുത്തി കൊടുക്കണം അവർക്ക്. ഗസാലി ഇമാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സമയത്ത് ചെയ്യേണ്ടത് മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ പ്രധാനമായും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ലജ്ജ. അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ഈ എന്താ വസ്ത്രം ശരിക്ക് ധരിക്കാതെ അല്ലെങ്കിൽ മുണ്ടെടുക്കാതെ നീ തോർത്തെടുക്കാതെയാണോ ബാത്റൂമൊക്കെ പോയത്? ആ കുട്ടിയെ തിരുത്തി കൊടുക്കണം. മുമ്പ് പഠിപ്പിച്ച ഒരാൾ ആ വീട്ടിലേക്ക് വന്നു. അപ്പോ ആ പെൺകുട്ടി പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. ആ ഉസ്താദേ, ഓൾക്ക് ഭയങ്കര ഹയാ ആണ്, ആരും മുമ്പിൽ നിൽക്കൂല. അത് ഈ ഫാത്തിമയിലോ ഇവിടെയോ ചേർന്നുകൊണ്ടല്ല, നേരത്തെ തന്നെ ഹയാ ഉണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടി ആരും മുമ്പിൽ നിൽക്കൂല ഉസ്താദേ. അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ ഒരാളും മുമ്പിൽ നിൽക്കൂല, എന്തൊരു നാണം കുടുങ്ങി എന്നല്ല പറയേണ്ടത് കേട്ടോ. ഹയാഇനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഗസാലി ഇമാം പറയാ പുകഴ്ത്തണം, ഹയാ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അത്തഖല്ലുഖു ബി അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവം കൂടി ആവാൻ നമ്മൾ അധ്വാനിക്കണം എന്നുള്ളതാണ്. അതാ മഹബ്ബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതാ ഭാഗം സ്റ്റാറ്റസ്, ഇൻസ്റ്റ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് റൗലന്റെ പുതിയ പുതിയ ചിത്രം വെക്കുക എന്നുള്ളതാണ് മഹബ്ബത്തിന് പുതിയ വേഷം കണ്ടെത്തിയിരിക്കുന്നത്. നബിതങ്ങളുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക. അപ്പോഴാണ് മഹബ്ബത്ത് അതിന്റെ കാമ്പും കാതലും കണ്ടെത്തിയവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവമാണ് അശദ്ദുൻ നാസി ഹയാഅൻ. ഭയങ്കര ലജ്ജയാ തങ്ങൾക്ക്. തങ്ങൾ ഒരിക്കലും ലജ്ജ കുറവ് വരുത്തുന്ന വാക്കൊന്നും പറയൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വിശദീകരിക്കണ്ടല്ലോ. സ്ത്രീകളുമായി റിലേറ്റഡ് ആയ ചില മസലകളൊക്കെ ഉണ്ടാവും അല്ലേ, സ്ത്രീകൾ മാത്രം അറിയേണ്ടത്. അത് തങ്ങൾക്ക് സ്വഹാബത്താകുന്ന വലിയ മഹാന്മാരുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ ഒരു ഹയാ ഉണ്ട്. നേരെ അത് പച്ചയായി പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ വ്യത്യസ്ത അനുഭവങ്ങളുള്ള സ്ത്രീകൾ കുറെ ഭാര്യമാര് തന്നെ ഉണ്ടായാൽ അവരോടിപ്പോ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാലോ, ഭാര്യയല്ലേ. അവര് വഴി അവർ അവരുടെ സഹോദരിമാർക്ക്, സുഹൃത്തുക്കളായ പിന്നെ കൂട്ടുകാരികൾക്ക് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇസ്ലാം എന്തായാലും പുറത്തെത്തും വേണം. തങ്ങളായി പറഞ്ഞു കൊടുക്കാൻ തങ്ങൾക്ക് ലജ്ജ
ലജ്ജയുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിച്ചതിൻ്റെ ഹിക്മത്ത് തന്നെ എന്ന് മഹത്തുക്കൾ വിശദീകരിക്കും. ഭയങ്കര ലജ്ജ. അവിടുന്ന് ദ്വാരക്കൽ എന്നെ എൻ്റെ ഉമ്മത്തിന്റെ ഒരു കുറവും എനിക്ക് കാണിച്ചു തരലേ അല്ലാഹ്, ഒരു കുറവും എനിക്ക് കാണിച്ചു തരലേ. അവിടുന്ന് ഭയങ്കര ലജ്ജയാണ്. നമുക്കും ലജ്ജ ഉണ്ടാവണം. എല്ലാവരും വുളു കൊടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് വളരെ സൈഡിലുള്ള ഒരാൾ നട്ട് തുപ്പിയാൽ എല്ലാവരും കൂടി അത് കാണേണ്ടി വരും. ഒരു രസക്കുറവാ. സഭയിൽ നിന്ന് ഭാഗിട്ടൊന്നും മൂക്ക് പിഴിയാൻ പാടില്ല, അതൊരു രസക്കുറവാ. നമുക്ക് എപ്പോഴും ഒരു ലജ്ജ ഉണ്ടാവണം ജീവിതത്തിൽ, നല്ല വൃത്തി ഉണ്ടാവണം. അതിനെ വളരെ വിശദമായി മുന്തഹസ്സൂലിൽ വിശദീകരിക്കുന്നുണ്ട്. വസായിലുൽ വുസൂൽ ഇലാ ശമാഇൽ റസൂലിന്റെ പ്രൗഢമായ വിശദീകരണ ഗ്രന്ഥം. ഇപ്പോൾ അതിലേക്ക് പോകുകയല്ല. അഞ്ചാമത്തത്, നാലാമത്തത് ലജ്ജ പഠിപ്പിച്ചു കൊടുക്കുക. അഞ്ചാമത്തത്, കുട്ടികൾ സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. അത് ഉമ്മമാർക്കാണ് ഏറ്റവും ആപ്റ്റ് ആവുക. ഉപ്പമാർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഉപ്പമാര് മൊത്തത്തില് ഉമ്മക്ക് കൊട്ടേഷൻ കൊടുക്കല, നീ ഇതാ മക്കളെ കാര്യമൊക്കെ നീ നോക്കണം, ക്യാഷ് GPay ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം, നീ ഞാൻ ഓട്ടത്തിൽ. കാരണം ഏത് സ്ഥലത്തും പാരന്റിങ് ക്ലാസ്സിന് പോന്നാല് സംഘാടകര് തല ചൊറിഞ്ഞോണ്ട് പറയല്, അതെ ആണുങ്ങൾ കുറവാന്നുള്ള പുസ്തകം നോക്കണ്ട, ചുമരന്റെ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാ പറയല്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാരാണ് ഈ മക്കളെങ്ങനെ നന്നാക്കാന്നുള്ള തത്രപ്പാടിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ ആകെ 25 ഐഡിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഒരു ഐഡിയ തന്നെ 10 ആള് കേൾക്കുന്നുണ്ട്. അത് വേറെ ഉടായിപ്പുണ്ട്, അത് ഓരോ ഉടായിപ്പോ. ഇനിയിപ്പോ തങ്ങളടുത്ത് തന്നെ പോയിട്ട് ഉസ്താദേ തങ്ങളെ എൻ്റെ മോനെ തീരെ പറഞ്ഞനുസരിക്കണില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയും ഇന്ന മഹാത്മാക്ക് യാസീൻ ഓതിക്കോളി, 41 ദിവസം ബദരീങ്ങളിൽ വലിയ യാസീൻ ഓതിക്കോളി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഭർത്താവ് തല ചൊറിഞ്ഞിട്ട് ചോദിക്കും, അത് ഞാൻ തന്നെ ഓതണോ അല്ല ഓളെ കൊണ്ട് ഓതിപ്പിച്ചാൽ മതിയോ? അതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. അതുകൊണ്ട് തന്നെ അതൊരു പ്രകൃതിയെ അങ്ങനെ പോകുന്നുണ്ട്, അതിനെ കുറ്റപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഉമ്മമാരെ നന്നായി കുട്ടികൾക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാ ഈ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണത്? അതിന് ഗസാലി ഇമാം തങ്ങൾ ഒരു കാരണം പറയുന്നുണ്ട്. സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് മനസ്സിൽ തറക്കാൻ, രൂഢമൂലമാവാൻ, അവരുടെ മനസ്സിൽ അത്രയും തറവായിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ ഭാവിയിൽ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോ ശിർക്കാവാതിരിക്കുള്ളൂ. മലയാളം മനസ്സിലാകുന്നില്ലേ പറയുന്നത്? യെസ്. ചെറിയ പ്രായത്തിലെ സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബ് കൊടുക്കണം. അതിന് ഉമ്മാക്ക് കഥ ഉണ്ടാണ്. അതെന്നല്ലേ ഫൽഫർ ബിദാത്തിദ്ദീൻ, കഥ ഉള്ള പെണ്ണിനെ കെട്ടണം എന്ന് പറഞ്ഞത്. ഫൽഫർ ബിദാത്തിദ്ദീൻ. പഠനം ഇനിയും തുടരണം. സ്വാലിഹീങ്ങളെ ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് മഹാന്മാരുടെ ഒരു പ്രത്യേകതയാണ്. ബദരീങ്ങളെ കുറിച്ചൊക്കെ സ്വഹാബത്ത് തന്നെ പറയാറുണ്ട്, നമ്മൾ ചരിത്രത്തിൽ കേട്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ എങ്ങനെയാ ഈ വഹാബിയൊക്കെ ആവണത്? ശരിക്കും പറഞ്ഞാല് നിഷ്പക്ഷമായി ആലോചിക്കുകയാണെങ്കിൽ ഒരു പള്ളി, ഇതൊരു പള്ളിയാണെന്ന് സങ്കല്പിക്കുക. രാവിലെ നിക്കാഹ് നടക്കുന്നു, 300 ആള് പങ്കെടുത്ത ഒരു നിക്കാഹിന്റെ സദസ്സ്. സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്തക്ബറക്ക് ബിഹിയായ കുറേ മനുഷ്യന്മാരുണ്ട്. വലിയ ദർസുള്ള ജുമുഅത്ത് പള്ളിയാണ്. തങ്ങൾ ഉസ്താദാണ്, മുദരിസ്, സെക്കൻഡ് മുദരിസ് ഉണ്ട്, ഉസ്താദുമാര് വേറെയുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്. മുത്തഅല്ലിമീങ്ങൾ 150 മുത്തഅല്ലിമീങ്ങളുണ്ട്. ഉസ്താദുമാരെല്ലാരും കൂടി 200 ആളുണ്ടാവും, മുത്തഅല്ലിമീങ്ങളടക്കം. പിന്നെ സാധാരണക്കാര്. അങ്ങനെ പുതിയ അപ്പളി നിക്കാഹിന് ഇരുന്നു. അമ്മോശൻ ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി ചൊല്ലി. പക്ഷേ ഈ പുതിയ അപ്പള ഒരു മുജാഹിദായിരുന്നു, ഒരു വഹാബി. ബാക്കി 299 ആളും സുന്നികളാണ്. എല്ലാവരും നിക്കാഹ് കഴിഞ്ഞിട്ട് ദ്വാരക്കും ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ. ദാമ്പത്യം തകരുന്നു എന്നാണ് ഇപ്പോഴത്തെ കുടുംബ ക്ലാസിന്റെ ടോപ്പിക്. തകർന്നു പോകുന്ന കുടുംബബന്ധമെന്നാണ് ഇപ്പോഴത്തെ റീൽസിൽ വരുന്ന ടോക്കൻ. അതുകൊണ്ട് ഈ കുടുംബത്തെ നീ തകർക്കല്ലേ, ബർക്കത്ത് ചെയ്യണേ എന്ന് ദ്വാരന്നു കൊടുത്തു. ഇവൻ ആമി പറയോ? ഇല്ല.
അല്ലാഹുമ്മ ഖ്റുജ് മിൻഹുമാ ദുരിയത്തുൻ ത്വയ്യിബതൻ നാഫിഅതൻ ലിസ്ലാമി വൽ മുസ്ലിമീൻ. ഈ ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ എന്ന് ഇവർ ദ്വാരക്കുന്ന എന്തിനാ 299 ആളും? കുട്ടികൾ തകരുന്നു, ലഹരി വിനയാവുന്നു, ഇങ്ങനെയൊക്കെ ഹെഡിങ്ങുകൾ വരുന്നു. ലഹരിയിൽ മുങ്ങുന്ന യുവത, ഇതാണ് ടൈറ്റിൽ. അതുകൊണ്ട് ഇവരുടെ കുട്ടികളെ ഒന്നും ഇങ്ങനെ പിശാചിന്റെ ഒരു ഷർറിലും പെടുത്തല്ലേ. ഇവൻ ദ്വാരണ അമ്മി പറയൂല. 299 ആളും ദ്വാരക്കുന്നത് ഇയാളുടെ ദാമ്പത്യം, ഇയാളുടെ മക്കളും സ്വാലിഹീങ്ങളാവാൻ, ഇയാളുടെ ദാമ്പത്യം ഉഷാറാവാൻ. ഇയാളോ? ഞാൻ പ്രത്യേകമായ ഒരു പ്രത്യാശാസ്ത്രത്തിന്റെ ആളാണ്, എനിക്ക് കൂട്ടുപ്രാർത്ഥന പറ്റില്ല. ഇവൻ എന്തിപ്പം വിളിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, എനിക്കറിയില്ല. ഇയാൾ എന്തിപ്പം വിളിക്കേണ്ടത്? അസവാദുല്ലാദമായ മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും ഇയാൾക്ക് വേണ്ടി ദ്വാരക്ക. ഇയാളോ? കൂട്ടുപ്രാർത്ഥന പറ്റൂല. അവനവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഇവനെങ്ങനെ വിളിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു. ശരിക്കും ഇപ്പോൾ ഒരാള് വഹാബി ആകുക എന്നൊക്കെ പറഞ്ഞാല് ഒരു മഹാഭൂരിപക്ഷ ആളും നരകത്തിലാന്ന് പറയുമ്പോഴേ ഒരാൾ വഹാബി ആവുള്ളൂ. കാരണം ഉപ്പ മൗലിദ് ഓതല്, ഉമ്മ മൗലിദ് ഓതല്, ഉപ്പാപ്പ ഓതാറുണ്ട്, അവരൊക്കെ നരകത്തിലാന്ന് പറയേണ്ടി വരില്ലേ? ഇനി ഇയാളുടെ ഉപ്പിയുമ്മിയൊക്കെ സുന്നികളാവുമല്ലോ. ഇവര് നേരെ ഷാർജയിലേക്കോ റാസൽ ഖൈമയിലേക്കോ അബുദാബിക്കോ ഫ്ലൈറ്റ് കയറി. മക്കളൊക്കെ ആയി കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. വരുന്ന വഴിയിലാണ് മനസ്സിലാണത് ഉപ്പ ഉമ്മ വയസ്സായി ഉപ്പയും ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. തിരിച്ചു വന്നു, ഇവിടെത്തി. പോസ്റ്റ്മോർട്ടം ചെയ്ത ആ മുഖം ഇങ്ങനെ പകുതി ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ തന്നെ അല്ലാണ്ട് വേദനയുണ്ട്. പേരക്കുട്ടികൾ ഇങ്ങനെ ദ്വാരക്കുണ്ട്. ഉമ്മാമ കഴിഞ്ഞ പെരുന്നാക്ക് ഒരു ചുംബന തന്നിട്ട് ഇനി എപ്പാ വരിക മോളേന്ന് വെച്ചിട്ട് എന്നെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞിട്ട് മൂത്ത മോളും ചെറിയ കുട്ടികൾ ഇങ്ങനെ കരണ്ട്. ഉപ്പാപ്പാൻ്റെ ഉമ്മാമൻ്റെ ഖബർ നീ എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരനായ ഉമ്മ ഇങ്ങനെ നുള്ളു. ദ്വാരക്കാൻ പറ്റുമോ? ഇല്ല. ഒരു വരണ്ടുണങ്ങിയ പ്രത്യയശാസ്ത്രം. ഇതാവാതിരിക്കാൻ എന്താ വേണ്ടത്? ഗസാലി ഇമാം പറഞ്ഞ ചെറിയ പ്രായത്തിലെ മക്കൾക്ക് സ്വാലിഹീങ്ങളെ ചരിത്രം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. മോനിക്ക് മുഹിയുദ്ദീൻ ശൈഖിനെ അറിയോ? ഇഫായ് ശൈഖിനെ അറിയോ? അല്ലാണ്ട് ടോം ആൻഡ് ജെറി അറിയോ? യൂട്യൂബിൽ വെച്ചേർത്തേന്നല്ല പറഞ്ഞല്ല. സ്വാലിഹീങ്ങളെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക. അതാ വേണ്ട. 6 കുട്ടികളിൽ നല്ല എന്തെങ്കിലും കാര്യം കണ്ടാൽ 2 കാര്യം നമ്മൾ തിരിച്ചു ചെയ്ത് കൊടുക്കണം. അവന് റാങ്ക് കിട്ടി, ഫുൾ A+ കിട്ടി, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടി, സാഹിത്യോത്സവിൽ ഒരുപാട് പ്രൈസ് വാങ്ങി, നബിദിനത്തിന് ഒരുപാട് സമ്മാനം വാങ്ങി. അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോഴാണ് ഈ ടീച്ചേഴ്സൊക്കെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കലും സ്റ്റാർ വരക്കലൊക്കെ തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശിഷ്യന്മാർക്കും സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കല്ലേ ഇത്. അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് എല്ലാവരും സ്റ്റാർ ആണെന്നാ പറഞ്ഞത്. യെസ്, ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരെ ആരെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ വിജയിക്കുമെന്നാ പറഞ്ഞത്. ആ ഇസ്ലാമിന്റെ അഹ്ലുകാരായ നമ്മൾ പഠിക്കാൻ വേണ്ടി ഗസാലി ഇമാം പറയുന്ന കാര്യമാണ് എന്ത്? 2 കാര്യം ചെയ്യണം. നമ്മളെ മക്കളിൽ എന്തെങ്കിലും നല്ല കാര്യം കണ്ടാൽ, ഒന്ന് ആ കാര്യത്തെ ആളെ മുമ്പിൽ നിന്ന് പുകഴ്ത്തണം. എൻ്റെ മോനെ കണ്ടോ, അൽഹംദുലില്ലാഹ്. എൻ്റെ മോനെ എന്നുള്ള പ്രയോഗം മാതാപിതാക്കളിൽ കൂടിക്കൊണ്ടേയിരിക്കണം. ഖുർആനിൽ മക്കളെ വിളിക്കുന്ന ടേം അധിക സ്ഥലത്തുള്ളത് യാ ബുനയ്യ എന്നാ. ഓ കുഞ്ഞു മോനേന്നാ. ഇത് നിങ്ങളെ മോനാ? അതെ, അത് വരക്കണം, എൻ്റെ മോനാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് സന്തോഷം. ഇത് നിങ്ങളെ മോനാ? എൻ്റെ മോനാ എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയലോടുകൂടി അതിൽ തന്നെ എല്ലാം ആയി. ആളെ മുമ്പിൽ നിന്ന് പുകഴ്ത്തണം ഈ കുട്ടിനെ. അതെ, റാങ്ക് വാങ്ങിയ മോനാണേ, ഒരു 5-6 വിട്ടത് പറഞ്ഞാൽ ആ കുട്ടി വളരും. 2 സമ്മാനം കൊടുക്കണം കുട്ടികൾക്ക്. സമ്മാനം കൊടുത്താൽ ഇഷ്ടം വർദ്ധിക്കും. കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവും ഇങ്ങോട്ട്. തഹാബു എന്നാണ് അതിൻ്റെ വളരെ നല്ല വിശദീകരണം ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ തഹ്രീറുൽ മഖാലിൽ കാണാം. ഇപ്പോൾ അതിലേക്ക് നേരം ഇല്ല. ഇനി 7 എന്തെങ്കിലും കുട്ടികളിൽ മോശം കണ്ടാൽ ഒറ്റ
വട്ടം അത് തിരുത്തി കൊടുക്കുക. ആ തെറ്റ് പിന്നെ പറഞ്ഞുകൊണ്ടേയിരുന്ന അവനെ വഷളാക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആ തെറ്റിനോടുള്ള ഗൗരവം അവന് പോകും. നമ്മുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന 50 രൂപ കാണുന്നില്ല, കുട്ടി എടുത്തു, നമുക്ക് ബോധ്യമായി. എന്തുവാടാ ഇത്? ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെറുത് കട്ടെടുത്തിട്ടുണ്ടല്ലേ, മോഷണം നടത്തിയിട്ടല്ലേ വലിയ പെരുങ്കള്ളനാവുക. എന്താ മോനെ ഇത്? നന്നായിട്ട് ആ കുട്ടിനെ തിരുത്തി കൊടുക്കണം. പക്ഷെ അത് മേലാല് പറയാൻ പാടില്ല. ഒരു ദിവസം നമ്മുടെ കുട്ടീനെ കാണാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കിച്ചന്റെ അടുത്തേക്ക് കൂടി പോകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പുക വരുന്നു. പുകയില്ലാത്ത അടുപ്പ് കാര്യമായിട്ട് ഇത്രയും രൂപ ആക്കിയിട്ട് ചെലവാക്കിയിട്ട് നിർമ്മിച്ചിട്ട് ഇവിടുന്ന് ഇടുന്ന പുക വരുന്നു നോക്കുമ്പോൾ ഇങ്ങനെ വലിക്കുന്നു. 8ാം ക്ലാസ്സിലുണ്ടത്ര ചങ്ങായി, അവനെ കയ്യോടെ പിടിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, പ്ലീസ്. എന്ത് പ്ലീസ്? ഇനി വലിക്കോ? തെറ്റാന്നറിയില്ലേ? തിരുത്തി കൊടുത്തു. പക്ഷെ ഇനി അത് പറയാൻ പാടില്ല. ഓന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ടൗണിൽ പോകുമ്പോ സദർ ഉസ്താദ് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവനോട്, ഫൈസൽ മറ്റേത് പറയണം. ഏത്? അത് പറയലോടുകൂടി ആ തെറ്റിനോടുള്ള ഗൗരവം ആ കുട്ടിക്ക് പോകും. നിങ്ങൾ ഇങ്ങനെ ട്രോളിച്ചിരിക്കുന്നേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ല. ഒറ്റ വട്ടം തിരിച്ചു കൊടുക്കുക, പിന്നെ അത് പറയരുത്. ആ കുട്ടിക്ക് അത് വേദനാവെന്ന് മാത്രമല്ല, ആ തെറ്റൊന്നും പ്രശ്നമില്ല, ആകെ 2-3 കളിയാക്കലേ ഉണ്ടാവുള്ളൂ എന്ന ഒരു ലാഘവത്തോടുള്ള ചിന്ത ആ കുട്ടിക്ക് വന്നു. സമയമില്ല. 8ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം ഉപ്പിയുമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. നീ എന്താ ഉസ്താദിനോട് പറഞ്ഞത്? അതെല്ലാം എടുക്കട്ടെ, നീ എന്താ ഉസ്താദിനോട് പറഞ്ഞത്? എന്ത് ഇതിനാണോ ഞാൻ എന്നെ മദ്രസയിലേക്ക് അയച്ചത്, ദർസിലേക്ക് അയച്ചത്? ഗൗരവത്തിൽ ആ കാര്യത്തെ സമീപിക്കണം. ഉപ്പാനോടുള്ള ബഹുമാനം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പാനോടുള്ള ബഹുമാനം. നീ എന്താണ് ഉപ്പാനോട് പറഞ്ഞേ? അയാൾ നീ ആരെ വിളിച്ചത്? ഉപ്പാന. അയാൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൗദിയിൽ നിന്ന് ഇത്താക്കത്തിന്റെ പ്രശ്നം വന്നിട്ട് കുറെ കാലം പട്ടിണി കിടക്കുമ്പോഴും നിനക്കൊന്ന് തിന്നാൻ തരാണ്ട് നിന്നിട്ടില്ല ഉപ്പ, അറിയോ? എന്നിട്ട് ഒമാനിലേക്ക് അങ്ങനെ ബക്കാലൊക്കെ തുടങ്ങി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് അവിടെ ഒരു ഗ്ലോസറി തുടങ്ങിയത്. തിരിച്ചു വരുമ്പോഴേക്ക് ആ കൊറോണയിൽ അങ്ങ് മുങ്ങിപ്പോയി, അവൻ പൊട്ടിപ്പോയി. ആ ഘട്ടങ്ങളിൽ മുഴുവനും ഉപ്പ നോമ്പെടുക്കല പരിപാടി. തിന്നാനില്ലാത്ത ദിവസം നോമ്പെടുക്കൽ സുന്നത്താന്ന് ഉപ്പാനോട് ആരോ പറഞ്ഞു, അങ്ങനെ എടുക്കും. പക്ഷെ നിന്നെ ഒന്നും നോമ്പെടുപ്പിച്ചിട്ടില്ല. ഈ കൊറോണ കാലത്ത് നിന്റെ SLC ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോ 5 മാസം മാസ്കും മറ്റേ കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണിയും വിറ്റിട്ട് ചായ കാപ്പി റെയിൽവേ സ്റ്റേഷനിൽ ജോലിയും ചെയ്തിട്ടാണോ 5 മാസം കൊണ്ട് എനിക്ക് ഗാലക്സി J6ന്റെ ഫോൺ വാങ്ങി തന്ന ഓൺലൈൻ ക്ലാസ്സിന് 2 അറ്റം മുട്ടിക്കാൻ എത്ര കഷ്ടപ്പെട്ടിന്. നിനക്ക് ഉമ്മാനോട് ഭയങ്കര സ്നേഹം, ഉപ്പാനോടില്ല അല്ലേ? നീ എന്താ പഠിച്ചേ? ഖുർആനില് ഉപ്പാനെ കുറിച്ച് കുറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഹദീസിലും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറയണ്ടല്ലോ എന്നതാണ് അതിന്റെ കാരണം. ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഗർഭം ചുമക്കൽ, പ്രസവിക്കൽ, മുലയൂട്ടൽ. അതുകൊണ്ടാ ഉമ്മുക്ക എന്ന് 3 വട്ടം പറഞ്ഞത്. അത് നീ കാണാത്ത കാലം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. തഫ്സീർ ഷാറാബിയിലുണ്ടത്. അതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്ത ആ കുട്ടിക്ക് ഉപ്പാരാണെന്ന് ബോധ്യവും. അതേസമയം നമ്മളെ നാട്ടിൽ പലപ്പോഴും ഉമ്മമാര്, നീ എന്തിനാ കരയണത്? ടൂറിന് പോകണ്ടെന്ന് ഉപ്പ പറഞ്ഞിരുന്നോ? ഓ സഹിക്കും മോനെ, ഉമ്മ 25 കൊല്ലായി നിന്റെ ഉപ്പാനെ സഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ എന്തിനാ ഈ കുട്ടിനെ ഇനി ദർസിലും മദ്രസയിലും കോഴ്സിനൊക്കെ അയക്കണത്? എന്താ അതിനെ കൊണ്ട് കാര്യം? ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പ പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് ഉമ്മാനോട് തീരെ സ്നേഹമില്ല, ബഹുമാനമില്ല. ഉപ്പാന്റെ മുമ്പിൽ വലിയ ആളായി. ഉപ്പ ഒരാഴ്ചത്തേക്ക് ഗൾഫിൽ നിന്ന് ഹോ ഭയങ്കര സംഭവമാണല്ലോ. ഉമ്മാൻ അങ്ങനെ സമീപിക്കേണ്ടത്? പോയി പൊരുത്തപ്പെടിച്ചിട്ട് വാ. ഇനി ഞാൻ ടൂറിന് വിട്ടാലും ഉമ്മാക്ക് പൊരുത്തമില്ലെങ്കിൽ നീ 1000 വട്ടം പോണ്ട, പോയി പൊരുത്തപ്പെടിച്ചിട്ട് വാടാ. ഉപ്പ അങ്ങനെ പറയേണ്ടത്, അല്ലാതെ എന്താ പ്രശ്നം? ഉപ്പ വിട്ടാലും ടൂറിന് പോകണ്ടെന്ന് ഉമ്മ പറഞ്ഞതിന് പൊരുത്തമില്ലാന്ന്. ഈ പൊരുത്തക്കോയിനെ കൊണ്ട് കുടുങ്ങിയല്ല. ഉപ്പ ദുനിയാവിൽ ചെയ്ത ആകെയുള്ള ഒരു തെറ്റ് എൻ്റെ ഉമ്മാനെ കെട്ടിയതാ മോനെ എന്നല്ല പറയേണ്ടത് കേട്ടാ, അങ്ങനല്ല പറയേണ്ടത്. ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നീ ആരാ മോനാ? വെറുതെ ഇങ്ങനാന്ന് ഒരു മദ്രസയിൽ ഉസ്താദ് ഒരു കുട്ടിനോട് പറഞ്ഞാൽ ഇനി എന്തിനാ ഉസ്താദെ നിങ്ങൾ ബിർറുൽ വാലിദൈനി ക്ലാസ് എടുത്ത് കൊടുക്കണത് എന്നാണ് ഈ ചോദ്യത്തിന്റെ താല്പര്യം. ഇന്റെ ഉസ്താദ് കണക്ക് തന്നെയെന്ന് ഉപ്പ പറഞ്ഞു കൊടുത്താൽ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മദ്രസയിലേക്ക് അയക്കുന്നത് എന്നും ഇതിന് താല്പര്യമുണ്ട്. ബഹുമാനം പഠിപ്പിച്ചു, നല്ല ബഹുമാനം ഉണ്ടാണ്.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ദ്വാരന്നത്രേ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താ ദ്വാരന്നത്? അല്ലാഹ്, എൻ്റെ മക്കളൊക്കെ ചെറുതുണ്ടത്ര, ഓരല്ലൊന്ന് വളർന്നു വലുതായി ഖുറത്തു ഐനായി കണ്ടിട്ട് മരിക്കാനാണ് എൻ്റെ പൂതിയും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദ്വാരക്കേണ്ടത്. വേഗം പോയിട്ട് മരിക്കണമെന്ന് ഇപ്പം ആരുടെ ഒരു ട്രെൻഡ് രൂപപ്പെട്ട പോലെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, മറിച്ച് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എൻ്റെ മക്കളൊക്കെ ഒന്ന് വളർന്നു വലുതാകുന്നവരെ എനിക്ക് കാണണം. ഇപ്പോൾ ഒരാളോട് ഇന്റർവ്യൂ നടത്തി, കേരളത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള വനിത ആരെന്ന് വെച്ചാൽ കാന്തപുരസൈൻ്റെ ഉമ്മ. വേറെന്താ ഡൗട്ട്? അത്ര മുവഫഖത്തായ ആരുള്ള നമ്മളെ മക്കളൊക്കെ ആലിമീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. അതിന് നമുക്ക് കഴിവുണ്ടാവണം, അതിന് ദീർഘായുസ് ഉണ്ടാവണം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങൾക്ക് നല്ല നല്ല അമല് ചെയ്യാൻ പാകത്തിൽ ദീർഘായുസ് ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾക്ക് ഖൈർ ലഭിച്ചു എന്ന് ഹദീസിലുള്ളതല്ലേ? ശരി, സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ദ്വാരന്നപ്പോൾ 20 കൊല്ലത്തേക്ക് റൂഹ് പിടിക്കേണ്ട തിരിച്ചു വരി എന്ന് പറഞ്ഞ് അസ്റായീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു തിരിച്ചു വിളിച്ചത് മഹലുൽ ഖലാസ് ഫീ മനാഖിബി സഅദ് ബിൻ അബി വഖാസ് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട്. ആ അർത്ഥത്തിൽ നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവാൻ നമ്മൾ അധ്വാനിക്കണം. അതിന് ഭാര്യമാര് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഖിദ്മത്തു സൗജ്, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്നതായിരിക്കണം. ഒന്നാമത്തെ പ്രിയോറിറ്റിയിൽ ഒന്നാമത് കൊടുക്കേണ്ടത് അതിനായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഭർത്താവ് ബെഡ്റൂമിലേക്ക് വിളിച്ചു, ഞാൻ ഓൺലൈൻ ക്ലാസ്സിലാണ്, നിങ്ങൾ കിടന്നോളി, നമുക്ക് കുറച്ച് ചൊല്ലാനുണ്ട് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പം അടുത്ത് രൂപപ്പെട്ടത് ഓൺലൈൻ മജ്ലിസ് കൊണ്ട് വന്ന ഒരു ദുരന്തവും കൂടി. അതല്ല, റാബിയത്തുൽ അദവിയ ബീവിയേക്കാൾ സൂഫി വനിത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റാബിയത്തു ഷാമിയ എന്ന മഹദിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? റിയാഹുൽ ഖൈസി തങ്ങളുടെ ഭാര്യയുടെ ചരിത്രമുണ്ട്. തൊബക്കാത്തു സുഹറയിലും തൊബക്കാത്തുൽ ബുസ്തയിലും എല്ലായിടത്തും ഉണ്ടല്ലോ. ഉഖൂദുൽ ലജീൻ ഫീ ബയാനി ഹുഖൂഖി സൗജൈൻ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താ ഈ മഹദിമാരുടെ ഒക്കെ പ്രത്യേകത എന്നറിയോ? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ, സുഖാസ്വാദനത്തിന് ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സുബി വരെ ഇബാദത്ത്. ആര് എന്ത് ഇബാദത്ത്? ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്ത്. റാബിയത്തുൽ അദവിയ മഹദിയുടെ സ്റ്റൈൽ എന്താണെന്നറിയോ? സുബ്ഹി നിസ്കാരം ആവുന്നത് വരെ ഇബാദത്ത് എടുക്കണമെന്ന് നിയത്തുണ്ടെങ്കിൽ തന്നെയും ആദ്യം ചോദിക്കും ഭർത്താവിനോട്, നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കുളിച്ച് വൃത്തിയായി പിന്നെ സുബ്ഹി വരെ നിസ്കാരം. ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കണം. അതിൽ നിന്ന് മാറ്റം വരുന്ന ഒരു മജ്ലിസിലും ചതിക്കുഴിയിലും വീഴരുത് എന്ന് സൂചിപ്പിച്ച് നിർത്തി.